2 മുതൽ 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. 7 മുതൽ 11 വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. അവസാനം 11 ഇയേഴ്സ് തൊട്ട് മുകളിലോട്ട്. അപ്പോൾ ഒരു പുതിയ കുട്ടിക്ക് ആദ്യകാലങ്ങളിലൊക്കെ ജസ്റ്റ് ഇതെല്ലാം പാസ് ചെയ്ത് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ചുറ്റുപാടുമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നീട് അതിനൊക്കെ അസ്തിത്വം ഉണ്ടെന്നും അതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ടെന്നും പിന്നീട് കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന. കൺസർവേഷൻ ഇസ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ എമൗണ്ട് ഓഫ് സംതിങ് റിമെയിൻസ് ദ സെയിം ഈവൻ ഇഫ് ദ അറേഞ്ച്മെൻറ്റ് ഓർ അപ്പിയറൻസ് ഈസ് ചേഞ്ചസ്. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ചെടികളിൽ തന്നെ ഉയരം കൂടിയ മരങ്ങളും കുറ്റിച്ചെടികളും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അതിൻ്റെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിനെ നോക്കിക്കൊണ്ട്. ഹായ്, നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സീറ്ററ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പിയാഷയുടെയും അതുപോലെ തന്നെ വൈഗോസ്കിയുടെയും കോൾബർഗിൻ്റെയൊക്കെ തിയറീസ്. അത് പ്രത്യേകിച്ച് അവർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ആശയങ്ങളുണ്ട്. ഇതിനെ സംബന്ധിച്ച് പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് 4 സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. അതിലെ സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 4 സ്റ്റേജസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ഒന്ന് നമുക്ക് ആദ്യം നോക്കാം. പിയാഷയുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ്. സോ 4 സ്റ്റേജസിലേക്ക് വരുമ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജ് 0 മുതൽ 2 വർഷം വരെ സെൻസറി മോട്ടോർ സ്റ്റേജാണ്. 2 മുതൽ 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. 7 മുതൽ 11 വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. അവസാനം 11 ഇയേഴ്സ് തൊട്ട് മുകളിലോട്ട് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെയാണ് പിയാഷയുടെ 4 സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിയാഷ ഈ 4 സ്റ്റേജസുകളെ നമുക്ക് മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സെൻസറി മോട്ടോർ സ്റ്റേജ്, ഞാൻ എല്ലാത്തിൻ്റെയും ബേസിക്സ് അങ്ങ് പറഞ്ഞിട്ട് ആദ്യത്തേനെ നമ്മൾ സ്പെഷ്യലായിട്ട് നോക്കാം. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ തന്നെ കിടപ്പുണ്ടല്ലോ, നമ്മുടെ സെൻസ് ഓർഗനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സ്, മോട്ടോർ സ്റ്റേജ്, മോട്ടോർ ആക്ടിവിറ്റീസ്, മൂവ്മെൻറ്റ്സ്, നടക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ കൈകാലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ടും ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം 0 to 2 ഇയേഴ്സ്. അപ്പം തുടങ്ങുന്ന കാലഘട്ടം അല്ലേ. പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മാനസികമായി ചിന്തിച്ചൊക്കെ എടുക്കുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഈഗോ സെൻട്രിസം അങ്ങനത്തെ കുറേ കൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി ഇല്ലാത്ത കാലമാണ്. തിരിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു കാലമാണ്. അങ്ങനത്തെ ആശയത്തെ ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു കഴിവ് ഇല്ലാത്ത കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിൽ അനുഭവേദ്യമായിട്ടുള്ള, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, നേരിൽ കണ്ടും കേട്ടും തൊട്ടുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ യുക്തിപൂർവ്വം ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ദെൻ ഫൈനൽ വൺ എന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അതിൽ കുറച്ചും കൂടി അമൂർത്തം എന്ന് പറഞ്ഞാൽ എന്താ, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, മനസ്സിൽ ചിന്തിച്ച് കണ്ടെത്തേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്ന രീതിയിൽ ഹയർ ലെവൽ തിങ്കിങ് സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 പ്രധാനപ്പെട്ട സ്റ്റേജസ് ആയിട്ട്, ഈ സ്റ്റേജസിൻ്റെ പേരുകളും ആ വർഷങ്ങളും അല്ലെങ്കിൽ ആ പ്രായവും പഠിച്ചു വെക്കണം. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ, അതിൻ്റെ ഓരോന്നിൻ്റെയും ഏജ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് 0 മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അത് ആ ജനിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ആദ്യ നാളുകളാണ്. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് വിളിക്കാൻ കാരണം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലേ. കണ്ടും കേട്ടും മൂവ് ചെയ്തും ടച്ച് ചെയ്തും ടേസ്റ്റ് ചെയ്തും ഒക്കെയാണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നത്. അതായത് വേ ഓഫ് നോയിങ്, അതൊരു സ്കീമ എന്ന് പറയുന്ന ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സ്കീമ എന്ന് പറയുന്ന ഒരാശയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട് ആര്, പിയാഷെ പറയുകയാണ് ഇത്തരത്തിൽ സെൻസറി മോട്ടോർ സ്റ്റേജിൽ നമ്മൾ ലോകത്തെ സെൻസ് ഓർഗനിലൂടെയും മൂവ്മെൻറ്റ്സിലൂടെയൊക്കെ മോട്ടോർ ആക്ടിവിറ്റിയിലൂടെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പുതിയ നോളേജിൻ്റെ യൂണിറ്റ്സിനെ, ബേസിക് ആയിട്ടുള്ള നോളജ് യൂണിറ്റുകളായിട്ടുള്ള സ്കീമുകളെ ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പോൾ സ്കീമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തിയറികൾ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ എന്തായാലും നമ്മൾ ആ ഒരു സ്റ്റേജിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പീരീഡിലെ ഡെവലപ്മെൻറ്റൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആദ്യം ഇപ്പോൾ കോർഡിനേറ്റ് ദ റിഫ്ലക്സസ് ആണ്. ഇപ്പോൾ നമ്മളോട് ഒരാൾ നമ്മളെ ചിരിച്ച് കാണിക്കുക, തിരിച്ച് ചിരിച്ച് കാണിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ റിഫ്ലക്സുകൾക്ക് പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ് ഈ പറയുന്ന സെൻസറി മോട്ടോർ സ്റ്റേജ്.
അതുപോലെ തന്നെ ബോഡി മൂവ്മെൻറ്റ്സിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ എൻവയോൺമെൻറ്റിലേക്ക് യൂസ് ചെയ്യുന്നതിന് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ എക്സാമ്പിളായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് കൈകാലുകളൊക്കെ എയിംലെസ് ആയിട്ട് മൂവ് ചെയ്തിരുന്ന കുട്ടികൾ പിന്നീട് എൻവയോൺമെൻറ്റിൽ ഒരു സാധനത്തിൽ എടുക്കാനൊക്കെ ആയിട്ട് കൃത്യമായിട്ട് ആ കൈകളെയും കാലുകളെയും ഉപയോഗിക്കാനൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ മോട്ടോർ ആക്ഷൻസ് സിമ്പിളായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ എൻവയോൺമെൻറ്റ്സ് ആർ പെർമനൻറ്റ്. അതായത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് എൻവയോൺമെൻറ്റിലെ പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് നിങ്ങളുടെ കൺവട്ടത്തു നിന്ന് മറഞ്ഞാലും ഈ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറയുന്ന ഒരു ആശയത്തെ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് പെർമനൻസ് സെൻസറി മോട്ടോർ സ്റ്റേജിൻ്റെ അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയാലും ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ പോയാലും, ഞാൻ വീട്ടിൽ പോയാലും ഈ സ്റ്റുഡിയോയിൽ ഈ ഒരു ഡിജിറ്റൽ ബോർഡ് ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാമല്ലോ, അല്ലേ? ഇവിടെ അതിരിപ്പുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ സ്പേസ് ഉണ്ടെന്നും അവിടെ അതിരിപ്പുണ്ടെന്നും ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ആശയം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് ഏത് കാലഘട്ടത്തിലെ പ്രത്യേകതയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിൻ്റെ പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പുതിയ കുട്ടിക്ക് ആദ്യകാലങ്ങളിലൊക്കെ ജസ്റ്റ് ഇതെല്ലാം പാസ് ചെയ്ത് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ചുറ്റുപാടുമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നീട് അതിനൊക്കെ അസ്തിത്വം ഉണ്ടെന്നും അതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ടെന്നും പിന്നീട് കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ആശയമായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലായി നിങ്ങൾക്ക്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മെൻ്റൽ സിംബൽസോ മെൻ്റൽ ഇമേജസോ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഒരു 4 മാസമായിട്ടുള്ളൊരു കുട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ കൺവട്ടത്തുനിന്നൊരു സാധനം മറഞ്ഞാൽ അത് പോയി എന്ന് വിചാരിക്കും. ഇപ്പോൾ കാക്ക കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറ്റിക്കാറില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ കൺവട്ടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയി, അതവിടെ അതിനില്ല, അത് പോയി എന്നുള്ള ധാരണയിലാണ് കുട്ടി ഇരിക്കുന്നത് എന്നുള്ളതാണ്. മെൻ്റൽ ഇമേജ് ഫോം ചെയ്യാനോ ഒരു കാര്യത്തെ മനസ്സിൽ അതിൻ്റെ ഇമേജ് സൂക്ഷിച്ച് വെച്ചിട്ട് അതിനെ മനസ്സിലാക്കി വെക്കാനോ ഉള്ള ഒരു എബിലിറ്റി ഒന്നും ഈ കാലഘട്ടത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശയം. പിന്നെ 8-9 മാസമൊക്കെ ആകുമ്പോൾ സിറ്റുവേഷൻ ചേഞ്ച് ആവും, അല്ലേ? ഈ ഒരു ഏജിൽ ഹിഡൻ ഒബ്ജക്റ്റിലേക്ക് എത്താനായിട്ടൊക്കെ സാധിക്കും. അതായത് they have obtained a basic idea of object permanence. എപ്പോഴാണ്? 8 മുതൽ 9 മാസമൊക്കെ. അപ്പോൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ 4-5 മാസം 6 മാസമൊക്കെ ഉള്ള സമയത്ത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ഒരു ആശയമില്ല. കൺവട്ടം എന്ന് പറഞ്ഞാൽ അത് പോയി എന്നുള്ള ധാരണയാണ്. പക്ഷേ 8 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് അത് മാറി ഒബ്ജക്റ്റ് പെർമനൻസിലേക്ക് കുട്ടി എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അവസാനം ഉണ്ടാകുന്ന ഒന്നാണ്. ഇനി അടുത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അതായത് ഏർലി ചൈൽഡ്ഹുഡ് ടു ഏർലി എലമെൻ്ററി ഇയേഴ്സ്. ആ ഒരു കാലഘട്ടത്തിൽ 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിംബോളിക് പ്ലേസിനും ബിലീവ് പ്ലേയ്ക്കൊക്കെ പ്രാധാന്യം കിട്ടുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാൻ പറ്റും. അതായത് സിംബലുകളിലൂടെ കാര്യങ്ങളെ ഓർത്ത് വയ്ക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ വേർഡ്സ്, ജെസ്റ്റേഴ്സ്, സൈൻസ്, ഇമേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അല്ല ആ രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഇപ്പം സിമ്പിൾസ്, ഇപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫിഷ് എന്ന് പറയുന്നൊരു വാക്ക് കൊണ്ടോ അല്ലെ ഒരു ഫിഷിൻ്റെ പിക്ചർ കൊണ്ടോ ഒരു റിയൽ ഫിഷിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിലുള്ള പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട്. അതാണ് സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ഏജിലേക്ക് വരുമ്പോഴത്തേക്കും. നേരിട്ട് കണ്ടില്ലെങ്കിലും കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അവിടെ പറയുന്നത് ഈ ഒരു സിംബലുകളെ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പഠിക്കുമ്പോഴും ആദ്യ സമയത്തൊക്കെ ഇവർ ജസ്റ്റ് എന്താ പറയുക, ചുമ്മാ മൈമിങ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇവിടെ കുട്ടി ജസ്റ്റ് ഒരു സാധനത്തെ ഉപയോഗിക്കേണ്ട എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അതിന് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ചിൽഡ്രൻ ഹൂ ആർ നോട്ട് യെറ്റ് ഏബിൾ ടു ടോക്ക് വിൽ ഓഫൺ യൂസ് ആക്ഷൻ സിമ്പിൾസ്. അതായത് ഇപ്പോൾ എംറ്റി ആയിട്ടുള്ളൊരു കപ്പ് എടുത്തിട്ട് കുടിക്കുന്ന പോലെ നോക്കുക, അല്ലെങ്കിൽ ഒരു കോമ്പ് എടുത്തിട്ട് അവരുടെ ചീപ്പ് എടുത്തിട്ട് അവരുടെ തല ഇങ്ങനെ ചുമ്മാ വെച്ച് നോക്കുക, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. അതായത് അവർക്കറിയാം ഇത് എന്തിനാണെന്ന്. കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിലും ഇത് എന്തിനാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ദിസ് ബിഹേവിയർ ഓൾസോ ഷോസ് ദാറ്റ് ദെയർ സ്കീമാസ് ആർ ബിക്കമിങ് മോർ ജനറൽ ആൻഡ് ലെസ് ടൈഡ് ടു സ്പെസിഫിക് ആക്ഷൻ. സ്പെസിഫിക് ആക്ഷനുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. അത് കുറച്ചുകൂടി ആ സ്കീമാസ് എന്നൊക്കെ പറയുന്നത് ജനറൽ ആണ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ നമുക്ക് സിമ്പിളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെയാണെന്ന് പറഞ്ഞു, അല്ലേ? ലാംഗ്വേജ് സിമ്പിളുകളൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ഒരു 2 to 4 ഏജിൽ വരുമ്പോഴത്തേക്കും കൂടുതലും 200 മുതൽ 2000 വേർഡ്സ് വരെയൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വൊക്കാബുലറി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, ഈ റിവേഴ്സിബിലിറ്റി.
അതായത് ഒരു കാര്യത്തെ തിരിച്ചു ചിന്തിക്കാനുള്ള ശേഷി കുട്ടികൾക്ക് സ്റ്റിൽ ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, ആസ് ദ ചൈൽഡ് മൂവ്സ് ത്രൂ ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ദ ഡെവലപ്പിംഗ് എബിലിറ്റി ടു തിങ്ക് അബൌട്ട് ഒബ്ജക്റ്റ് ഇൻ സിംബോളിക് ഫോം റിമെയിൻസ് സം വാട്ട് തിങ്കിങ് ഇൻ വൺ ഡയറക്ഷൻ ഉള്ളി. ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ഓർ യൂസിങ് വൺ വേ ലോജിക്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ ചൈൽഡ് ടു തിങ്ക് ബാക്ക്വേർഡ് ഓർ ഇമാജിൻ ഹൗ ടു റിവേഴ്സ് ദ സ്റ്റെപ്സ് ഇൻ എ ടാസ്ക്. അപ്പോൾ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് തിങ്ക് ബാക്ക് ചെയ്യാനുള്ളൊരു കഴിവ് ഇവിടെ ഇല്ല. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയോട് 5+3 = 8 ആണെന്ന് പറഞ്ഞാൽ 8 - 3 5 തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ അത് അറിയത്തില്ല. കാരണം ഇങ്ങനെ തിരിച്ച് ചിന്തിക്കാനായിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചായത് കിട്ടും എന്നുള്ളത് ചിന്തിക്കാനായിട്ട് തിരിച്ച് ചിന്തിക്കാനുള്ള എബിലിറ്റി കുട്ടിക്ക് ഇല്ല. അത് അടുത്ത ഘട്ടത്തിൽ മാത്രമേ കുട്ടിക്ക് ഉണ്ടായി വരുന്നുള്ളൂ എന്നുള്ളത് കൂടി അവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇനി കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി അവിടെ വരുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഈ സ്റ്റേജിലുള്ള കുട്ടിയുടെ വേറൊരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഉയരം കൂടിയ ഒരു ഗ്ലാസ്, വീതി കൂടിയ വേറൊരു ഗ്ലാസ്. ആക്ച്വലി ഇതിനകത്ത് രണ്ടിനകത്തും ഒരേ അളവ് പാലൊഴിച്ച് വെച്ചിട്ട് ഏതിലാണ് കൂടുതലെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുട്ടി പറയും പൊക്കമുള്ളതിലാന്ന് പറയും. കാരണം എന്താ, കുട്ടി നോക്കുമ്പോൾ ഹൈറ്റ് കൂടിയതിനകത്ത് കൂടുതൽ പാലുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ആക്ച്വലി അതിൻ്റെ ഷേപ്പ് മാറിയാലും അളവിന് മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടില്ല കുട്ടിക്ക്. അത് ആ ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടി ഡെപ്തിൽ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണല്ലോ അതിനകത്ത് വരുന്നത്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. കൺസർവേഷൻ ഈസ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ എമൗണ്ട് ഓഫ് സംതിങ് റിമെയിൻസ് ദ സെയിം ഈവൻ ഇഫ് ദ അറേഞ്ച്മെൻറ്റ് ഓർ appearance is changes as long as nothing is added and nothing is taken away. You know that if you tear a piece of paper into several pieces you will still have the same amount of paper. അപ്പോൾ നിങ്ങൾ കീറി കളഞ്ഞാലും അതെ ആ എമൗണ്ട് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. To prove this you know that you can reverse the process by tapping the pieces back together. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അതാണ് ഈ ഒരു കൺസർവേഷൻ. അതിൻ്റെ ഷേപ്പ് മാറിയാലും അതിൻ്റെ അളവിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാതെ ഇപ്പോൾ കുറച്ച് പാല് കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചാൽ മാത്രമേ അളവ് കൂടുന്നുള്ളൂ, അല്ലാണ്ട് ഇതിൻ്റെ അളവിന് മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊക്കമുള്ള ഗ്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് വീതിയുള്ള ഗ്ലാസ്സിലേക്ക് ഒരേ എമൗണ്ട് പാലൊഴിച്ച് കഴിഞ്ഞാലും കുട്ടി പറയും ചിലപ്പോൾ അതിനകത്ത് പാലിൻ്റെ അളവ് കുറവാണെന്ന് വേണമെങ്കിൽ പറയും. അതാണ് ഈ ഒരു സംഭവം ഇല്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ആ കുട്ടിക്ക് അത് ഉണ്ടാകുന്നത്. ഇനി ലേറ്റർ എലമെൻ്ററി ടു മിഡിൽ സ്കൂൾ ഇയറുകളിൽ വരുന്ന സ്റ്റേജ് ഏതാണ്? പിയാഷയുടെ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 7 മുതൽ 11 വയസ്സ് വരെയുള്ള കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് എലമെൻ്ററി ടു ദ മിഡിൽ സ്കൂൾ, ലേറ്റർ എലമെൻ്ററി ടു ദ മിഡിൽ സ്കൂൾ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുട്ടികളാണ് അല്ലേ. ഇവിടെ ഹാൻഡ്സ് ഓൺ തിങ്കിങ്, കോൺക്രീറ്റ് ഓപ്പറേഷൻസ് സാധ്യമാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് യുക്തിപൂർവ്വം ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് സ്റ്റേജ് ആർ ദ recognition of the logical stability of the physical world, the realization that elements can be changed or transformed and still conserve many of their original characteristics. അതായത് നേരത്തെ പറഞ്ഞ കൺസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വരുമ്പോഴാണ്. കുട്ടികൾ അളവിൽ മാറ്റമൊന്നുമില്ല, ഷേപ്പ് മാറിയാലും അളവിൽ മാറ്റമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മൂർത്തമായിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ആശയങ്ങളെ യുക്തിപൂർവ്വം ചിന്തിച്ചെടുക്കാനുള്ള ഒരു സ്കില്ല് ഈ ഘട്ടത്തിൽ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതുപോലെ റിവേഴ്സിബിലിറ്റി, തിരിച്ച് ചിന്തിക്കാനായിട്ടുള്ള കഴിവ് വരുന്നുണ്ട്. അതാണ് 5+3 8 ആണെന്ന് പറയുമ്പോൾ ദെൻ 8 - 5 3 അല്ലേ സാറേ എന്ന് തിരിച്ചൊരു കുട്ടി ചോദിച്ചാൽ അവന് റിവേഴ്സിബിലിറ്റി എന്നുള്ള സ്കില്ല് കിട്ടിയ അത് ഈ ഒരു കാലഘട്ടത്തിലാണ് കിട്ടുക. അക്കോർഡിംഗ് ടു പിയാഷെ സ്റ്റുഡൻസ് എബിലിറ്റി ടു സോൾവ് കൺസർവേഷൻ പ്രോബ്ലംസ് ഡിപ്പെൻഡ്സ് ഓൺ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് 3 ബേസിക് ആസ്പെക്ട്സ് ഓഫ് റീസണിങ്. അപ്പോൾ കൺസർവേഷൻ അല്ലേ, ആശയം നമ്മൾ എന്താണെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ പിയാഷ പറയുന്നുണ്ട്. ഐഡൻറ്റിറ്റി, കോമ്പൻസേഷൻ, റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് ഐഡൻറ്റിറ്റി that he knows that if nothing is added or taken away the material remains the same. അതായത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ആശയം കൊണ്ട് പിയാഷ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ടൊന്നും ഒഴിച്ചിട്ടില്ല അല്ലെ എടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എങ്കിൽ ആ അളവിന് മാറ്റം ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ കഴിവ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഐഡൻറ്റിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The child knows that an apparent change in one direction can be compensated for by a change in another direction. That is, if a liquid rise higher in the glass must be narrower. അതായത് നിങ്ങൾ വീതി കൂടിയ ഒരു കപ്പിൽ നിന്ന് എടുത്ത് വീതി കുറഞ്ഞ കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഉയരം കൂടുന്നുണ്ടെങ്കിൽ അത് നാരോ ആയിട്ടുള്ള കപ്പായതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. അതായത് ഷേപ്പിൽ ഒരെണ്ണത്തിൽ ഇപ്പോൾ നീളം കൂടിയപ്പോഴാണ്, വീതി കുറച്ച് നീളം കൂട്ടിയപ്പോഴാണ് അതിൻ്റെ ഒരേ അളവിന് ഉൾക്കൊള്ളാൻ അതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കോമ്പൻസേഷൻ എന്ന് പറയുന്ന പ്രത്യേകതയാണ്. ദെൻ റിവേഴ്സിബിലിറ്റി.
അപ്പോൾ റിവേഴ്സിബിലിറ്റി എന്താ? ദ ചൈൽഡ് ക്യാൻ മെൻ്റലി ക്യാൻസൽ ഔട്ട് ദ ചേഞ്ച് ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ്. ഇവിടെ ഉണ്ടായ മാറ്റത്തെ തിരിച്ച് ചിന്തിച്ചുകൊണ്ട് മാനസികമായിട്ട് ചിന്തിച്ചതിനെ മനസ്സിലാക്കാനായിട്ട്, മനസ്സിൽ തന്നെ ചിന്തിച്ചെടുക്കാനായിട്ട് കുട്ടിക്ക് കഴിയുന്നുണ്ട്. അതാണ് റിവേഴ്സിബിലിറ്റി. ഈ 3 കാര്യങ്ങളാണ് കുട്ടിയുടെ ഈ ഒരു കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്നതിനുള്ള 3 അടിസ്ഥാന കാര്യങ്ങളായിട്ട് പിയാഷെ പറഞ്ഞു വയ്ക്കുന്നത്. അനദർ ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷൻ മാസ്റ്റേർഡ് അറ്റ് ദിസ് സ്റ്റേജ് ഈസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ 3ാമത്തെ ഈ ഒരു സ്റ്റേജിലാണ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്തുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഏജ് നോക്കിക്കേ, 7 മുതൽ 11 വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് നമുക്ക് 3ാമത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫൈ ചെയ്യാനായിട്ട്, വസ്തുക്കളെ ക്ലാസിഫൈ ചെയ്ത് തരം തിരിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത് ഈ ഒരു ഏതെങ്കിലും പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ തരം തിരിക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഏജിലാണ്. അപ്പോൾ സസ്യ ബുക്കുകളായിട്ടുള്ള അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള മൃഗങ്ങളും അതേപോലെ തന്നെ മാംസ ബുക്കുകളായിട്ടുള്ള മാംസം കഴിക്കുന്ന ആനിമൽസും രണ്ടിനായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ. അല്ലെങ്കിൽ ചെടികളിൽ തന്നെ ഉയരം കൂടിയ മരങ്ങളും കുറ്റിച്ചെടികളും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അതിൻ്റെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിനെ നോക്കിക്കൊണ്ട് കാര്യങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നതും ഈ ഒരു സ്റ്റേജിലാണ്, 3ാമത്തെ സ്റ്റേജിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. റിവേഴ്സിബിലിറ്റി അല്ലേ? റിവേഴ്സിബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. മെൻ്റൽ പ്രോസസ്സുകളെ തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവ്. നേരത്തെ 5+3 കേസൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തെ അതിൻ്റെ റൂട്ടിൽ നിന്ന് പുറകോട്ട് തിരിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നതും ഈ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൺസർവേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാൻ കുട്ടിക്ക് പറ്റുമെന്ന് പറഞ്ഞു. ദ സ്റ്റുഡൻസ് അറ്റ് ദ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഹാസ് ഫൈനലി ഡെവലപ്പ് എ കംപ്ലീറ്റ് ആൻഡ് വെരി ലോജിക്കൽ സിസ്റ്റം ഓഫ് തിങ്കിങ്. അപ്പോൾ ലോജിക്കായിട്ട് ചിന്തിക്കാനായിട്ട്, മുന്നിലുള്ള അനുഭവങ്ങളെ വെച്ചിട്ട് ലോജിക്കായിട്ട് ചിന്തിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ മെൻ്റലി മാനസികമായിട്ട് മനസ്സിൽ ഒരു കാര്യത്തെ അമൂർത്തമായിട്ട് അബ്സ്ട്രാക്റ്റായിട്ട് ചിന്തിച്ച്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറയുകയാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട് എന്നൊക്കെ ഒരു കുട്ടിയോട് പറഞ്ഞാൽ, 7 വയസ്സുള്ള ഒരു കുട്ടിയോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു 3ാമത്തെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന കുട്ടിയോട് പറഞ്ഞാൽ കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുണ്ടാവുന്ന എപ്പോഴാണ്? അത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. 11 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്, ആ ഒരു സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ ആണ് ഈ ഒരു എബിലിറ്റി ഉണ്ടാകുന്നത്. ഫോർമൽ തിങ്കിങ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ, ഇന്റേണൽ ആൻഡ് ഓർഗനൈസ്ഡ് ഇൻ എ സിസ്റ്റം ഓഫ് ഇന്റർഡിപെൻഡൻറ്റ് എലമെൻറ്റ്സ്. ദ ഫോക്കസ് ഓഫ് തിങ്കിങ് ഷിഫ്റ്റ്സ് ഹവർ ഫ്രം വാട്ട് ഈസ് ടു വാട്ട് മൈറ്റ് ബി. അപ്പം മനസ്സിൽ ചിന്തിച്ച് അമൂർത്തമായിട്ടുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആശയങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫോർമൽ ഓപ്പറേഷണൽ തിങ്കേഴ്സ് ക്യാൻ ഫോം ഹൈപ്പോത്തിസുകൾ രൂപപ്പെടുത്താനും അതുപോലെ തന്നെ മെൻ്റൽ എക്സ്പീരിയൻസ്, മനസ്സിൽ തന്നെ ചിന്തിക്കാനും കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാനും വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാനും ആ ഹൈപ്പോത്തിസിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് സാധിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ വേയിൽ ചിന്തിച്ച് പ്രോബ്ലം സോൾവിങ്ങിനുള്ള കാലമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു പിയാഷയുടെ തിയറി ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതായത് ക്ലാസ് റൂമിൽ ഇത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഓരോ കാലത്തിലെയും കുട്ടികളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുതകുന്ന രീതിയിലുള്ള കരിക്കുലം ഫോം ചെയ്ത് അതിനുതകുന്ന രീതിയിലുള്ള ക്ലാസ് റൂം ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പ്രായത്തിനൊത്ത രീതിയിലുള്ള പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് അധ്യാപകർക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ പിയാഷയുടെ തിയറി ഈ രീതിയിൽ അധ്യാപകർക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്, പിയാഷയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ഇവിടെ 4 സ്റ്റേജസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 4 സ്റ്റേജസ്, അതിനകത്തെ പ്രത്യേകതകൾ ഇപ്പം മനസ്സിലാക്കുക. ഇതല്ലാതെ പിയാഷയുടെ തിയറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ സ്കീമയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഇക്വിലിബ്രിയം, ഡിസ്ഇക്വിലിബ്രിയം, അതേപോലെ സ്കീമുകൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിന് അസിമിലേഷൻ, അക്കോമഡേഷൻ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പിയാഷ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എൻട്രിയെ സംബന്ധിച്ച് സീറ്ററ്റിൻ്റെ കോഴ്സ് എൻട്രിയിൽ കാറ്റഗറി 1-ഉം സീറ്ററ്റ് പേപ്പർ 1-ഉം പേപ്പർ 2-നും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റ് വീഡിയോസിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.